ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു തിരുവചന വേദഭാഗം വായിച്ച് ആ മെസ്സേജിൻ്റെ ഒരു ചെറിയ ഭാഗം പങ്കുവെക്കുവാനിടയായി തീർന്നു. ഇന്ന് പകലിൽ വീണ്ടും നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ട് പുസ്തകം ഉള്ളവരെല്ലാവരും പുസ്തകം തുറന്നാട്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പുസ്തകം ദൈവവചനം വിശുദ്ധ വേദപുസ്തകം സഭായോഗത്തിന് വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും കൊണ്ടുവന്നിട്ടുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളും ഇനിയും ശ്രദ്ധിച്ച് വചനം കേൾക്കാൻ താല്പര്യപ്പെട്ടിരിക്കണം എന്ന് ദിവസം ഓർപ്പിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഈ ലജ്ജിച്ചു പോകുകയില്ല എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വാക്യത്തിലെ പ്രൈസ് ദി ലോർഡ് മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും എന്നുള്ള ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരല്പസമയം നമ്മൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനിടയായി. ആ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. ഇന്ന് പകലിലും ആ മെസ്സേജിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. അതിന് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. ആ മെസ്സേജ്, ആ വാക്യത്തിന്റെ ഓരോ വാക്കുകളും മെസ്സേജിന്റെ അല്ലെങ്കിൽ ദൂതുകളാണ്. പക്ഷെ എല്ലാം ഒന്നും സംസാരിക്കാൻ നമ്മുടെ സഭായത്തിലൊന്നും സമയമില്ല. ഏതെങ്കിലും ഒരു വാക്കിന്റെ ഒരു ഭാഗം മാത്രമൊക്കെ നമുക്ക് സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ സമയം കിട്ടാറുള്ളൂ. ഇന്ന് പകലും അതിനെ നമ്മുടെ മുമ്പാകെ സമയമുള്ളൂ. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വരുന്നൊരാഴ്ച കർത്താവിന്റെ ഒരു വൈകുന്നെങ്കിൽ വരുന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുന്നവരെ ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, ആലോചനകൾ, ദൂതുകൾ ഈ ചെറിയ സമയം കൊണ്ട് ദൈവം നമുക്ക് നൽകി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് അരുമർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു യഹോവയെ കർത്താവിനെ സഹായിക്കും. കഴിഞ്ഞ ആഴ്ച വായിച്ച നമ്മൾ വാക്യത്തിലും യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വായിച്ച് നാം കേട്ടു, സഹായിക്കുന്നവനായ ഒരു ദൈവം, സഹായിക്കുന്നവനായ ദൈവം. ഇവിടെ പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും എന്നവിടെ വ്യക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവം സഹായിക്കേണ്ട സമയങ്ങൾ, സന്ദർഭങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായ അവസരങ്ങൾ അതിന് അവന്റെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴൊക്കെ ഒരു ഭക്തന്റെ വിശ്വാസം ഉറപ്പെന്താ? ഞാൻ കുലുങ്ങിപ്പോകത്തില്ല, ഞാൻ സഹായിക്കപ്പെടും. അത് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാ. കഴിഞ്ഞ ആഴ്ച വാഗ്ദത്തത്തെ കുറിച്ച് ഓർപ്പിച്ചു. ഈ സഹായം നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. സഹായം ചെയ്തവൻ, വാഗ്ദത്തം ചെയ്തവൻ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ ഇപ്പോഴും സദാ ജാഗരൂകനാണ്. ദൈവം എപ്പോഴും ഭക്തന്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നതെന്നറിയാമോ? എൻ്റെ കുഞ്ഞിന് സഹായം ആവശ്യമാണ്. കാരണം ഈ ഭൂമിയുടെ പരപ്പിൽ മനുഷ്യന് സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വ്യത്യസ്തമായ സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. മനുഷ്യൻ ഒരു പരസഹായം ലഭിക്കാതെ ജീവിക്കാൻ കഴിയാത്തവനാണ്. ഞാൻ ഇങ്ങനെ പലരും പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട്. ഒരു മൃഗം, ഒരു പശുക്കിടാവ്, ഒരു പശു അതിന്റെ കിടാവിനെ പ്രസവിച്ചിട്ടാൽ അടുത്ത നിമിഷം തന്നെ ആ കിടാവ് 4 കാലിൽ ചാടി എഴുന്നേറ്റ് തുള്ളും. പക്ഷേ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞ് ഒന്ന് മുട്ടയിൽ ഇഴയണമെങ്കിൽ തന്നെ 6 മാസം കഴിയണം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഒരു 9 മാസമോ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പോട്ടെ 7 മാസമോ 8 മാസമോ എത്രയായിക്കൊള്ളട്ടെ, ആ കുഞ്ഞൊന്ന് നടക്കണമെങ്കിൽ, ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ അതിന് പരസഹായം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിന് സാരമെന്ന് ചോദിച്ചാൽ, കൂടപ്പിറപ്പുകളെ, മനുഷ്യന് സഹായം കൂടാതെ ജീവിക്കാൻ പറ്റില്ല.
ഒരുവനെ ആവശ്യമുണ്ട്. ഒരുവന്റെ സഹായം ഏത് സമയവും ആവശ്യമുണ്ട്. അത് ആത്മീയനായിക്കൊള്ളട്ടെ, ലൗകികനായിക്കൊള്ളട്ടെ, എല്ലാവിധ ഏതൊരു മനുഷ്യനും ഏതു സമയവും സഹായം ആവശ്യമാണ്. അവൻ ഒറ്റയ്ക്ക് ഒന്നിനും കഴിവുള്ളവനല്ല. എന്നെ കേൾക്കുക. അങ്ങനെയാണെങ്കിൽ ആത്മീയ ലോകത്തിലും ഇത് തന്നെയാണ് അവൻ അവിടെ പറയുന്നത്. മനുഷ്യന്, വിശ്വാസിക്ക്, വിശുദ്ധന്, നീതിമാന ദൈവമക്കൾക്ക് സഹായം ആവശ്യമാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സഹായം ആവശ്യമുള്ളവനല്ല, സഹായിക്കുവാൻ കഴിവുള്ളവനാണ് തിരിച്ചറിഞ്ഞത്, വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുന്നമേ തന്നെ, വീണ്ടും ജനിക്കുന്നതിന് മുന്നമേ തന്നെ, വീണ്ടും ജനനം പ്രാപിച്ച അനന്തര അവൻ എടുക്കപ്പെടുന്ന സമയം വരെ, അല്ലെ അവന്റെ മരണം വരെ, അവന്റെ ജീവിത സാഹചര്യത്തിൽ അവൻ ഏതെല്ലാം മേഖലകൾ കൂടി കടന്നു പോകുമോ അവിടെയെല്ലാം അവന് സഹായം വേണമെന്ന് പരിശുദ്ധനായ ദൈവം മുന്നമേ കണ്ടത് തീരുമാനിച്ച് ഉറപ്പിച്ച് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അന്നേ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ദൃഷ്ടി എൻ്റെ കുഞ്ഞിൻ്റെ മേൽ വയ്ക്കും. അവന് സഹായം ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം ഞാൻ അവനെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ സഹായം ചർച്ചിലിരിക്കുമ്പോൾ മാത്രമല്ല, ജോസഫ്, നീ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ആ സഹായം നിനക്ക് ലഭിച്ചില്ലേ? അതെ, കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും ആ സഹായം എനിക്ക് ലഭിച്ചു. ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴ്ത്തപ്പെട്ടപ്പോഴും കിടക്കുമ്പോഴും ആ എടുക്കപ്പെടുന്ന സമയം വരെയും ദൈവം ദാനിയേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം സഹായിച്ചുകൊണ്ടല്ലോ ദാനിയേൽ കേടുകൂടാതെ സിംഹക്കിണറിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീർന്നത്. അഗ്നികുണ്ഡത്തിൽ വീഴ്ത്തപ്പെട്ടപ്പോഴും സഹായം ലഭിച്ചില്ലേ? വീഴ്ത്തപ്പെടുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു, വീഴ്ത്തപ്പെട്ടതിന് ശേഷം ഉണ്ടായിരുന്നു, അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂടപ്പുറപ്പുകളെ, നിന്റെ ജീവിത സാഹചര്യത്തിൽ ഏത് സമയത്തും ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമ്മളെ സഹായിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പേര് സഹായി എന്ന. സഹായി. മറ്റൊരിടത്ത് ആശ്വാസപ്രദം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും കർത്താവേ, യഹോവയായ കർത്താവ്, അത് നമ്മൾ പ്രഖ്യാപിക്കണം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. എങ്ങനെ, എപ്പോഴാണ് ഭക്തനെന്ന് പറയുന്നറിയാമോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും മാറുമെന്ന് പറയുന്നു. അവന്റെ കാര്യം എന്താകും? കാരണം അവർക്ക് സഹായിക്കാൻ കഴിയില്ല. ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നോട്ടെ, ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല. കൂടപ്പുറപ്പേ, നിനക്ക് തൃപ്തിയാവോളം നിന്റെ കാര്യത്തിന് തീർപ്പ് കൽപ്പിച്ചു തരാൻ നിന്നെ ജനിപ്പിച്ച അപ്പനോ അമ്മയ്ക്കോ ആർക്കുമോ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു വിശുദ്ധനൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ച ഷെറിന്റെ വിഷയമായിക്കൊള്ള ഒരു പ്രതിസന്ധി, നിയമക്കുരുക്ക്, അല്ലെങ്കിൽ ഒരു രേഖ വിരോധമായി ചമയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ രേഖ അനുകൂലമാക്കി തീർക്കപ്പെടണം. അതാ നമ്മുടെ ആവശ്യം. അത് നമ്മൾ വിശ്വസിച്ച് പ്രഖ്യാപിച്ചു. അതങ്ങനെ സംഭവിച്ചു. അത് വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ കരുമടുത്ത് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുന്ന കൂടപ്പുറമെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാ നിന്റെ മുഖത്ത് നോക്കി ദൂത് പറയുന്നു, നീ അമ്പരന്ന് പോകുകയില്ല. ദൈവം പറയുന്നു, നീ അമ്പരന്ന് പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ശത്രു പറയുന്നു, നീ അമ്പരന്ന് പോകും. എന്ന് പറഞ്ഞാൽ അന്താളിച്ചു നിൽക്കുന്നതിനാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഫലമുണ്ടാകത്തില്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം. അതെപ്പോഴാ പറയുന്നത്? നമ്മൾ പലരും പറഞ്ഞിട്ടില്ലേ? എപ്പോഴാ പറയുന്നത്? എല്ലാവരാലും കൈവിടപ്പെടുമ്പോഴാ പറയുന്നത് അല്ലേ? പക്ഷെ അങ്ങനെ പറയേണ്ട ഗതികേട് എനിക്കും നിങ്ങൾക്ക് ഇല്ല. അങ്ങനെ പറയേണ്ട ഗതികേട് ഒന്ന് പറ, എനിക്കില്ലെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. കാരണം സഹായം വാഗ്ദത്തം ചെയ്യപ്പെട്ടവൻ നമ്മുടെ വലത്തു ഭാഗത്ത് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അതാ 23 സങ്കീർത്തനം. മുൻപും പുറകും രണ്ട് സൈഡുകളിലും മുകളിലും കാവൽ. പ്രൈസ് ദി ലോർഡ്. അവന്റെ തലയെ എണ്ണ കൊണ്ട്, ഈ എണ്ണ എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അഗ്നിസർപ്പം കൊത്താതിരിക്കാനാ. പറക്കുന്ന അഗ്നിസർപ്പം ഉച്ചയ്ക്ക് വന്ന് കൊത്താതിരിക്കാനാ. പ്രൈസ് ദി ലോർഡ്. മുൻപിൽ കാവൽ, പുറകിൽ കാവൽ, ഇരു പാർശ്വങ്ങളിലും കാവൽ.
ഇതാ ഒരു ഇടയൻ തന്റെ ആടിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സുരക്ഷിതത്വം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആടിനെ പിന്നെ പേടിക്കണോ? ആടെ നീ പേടിക്കണ്ട, നീ ചുമ്മാ കിടന്ന് വെപ്രാളം ഉണ്ടാക്കുക. ഞാനും അങ്ങനെ പലപ്പോഴും ചുമ്മാ കിടന്ന് വെപ്രാളം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴാ വെപ്രാളം ഉണ്ടാക്കുന്ന അറിയാമോ? ഈ വാഗ്ദത്തം മറക്കുമ്പോഴാ. ലോകത്തിന്റെ ശബ്ദത്തിന് കാത് കൊടുക്കുമ്പോഴാണ് വാഗ്ദത്തം മറക്കുന്നത്. കൂടപ്പുറപ്പുള്ള വിശ്വാസമില്ലാത്തവരുടെ വാക്കിന് ചെവി കൊടുക്കരുത്. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്. നമ്മുടെ ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞാൽ സഹായിക്കും. അവൻ കൈവിട്ടച്ച് പോകത്തില്ല. അതുകൊണ്ടാ ആടിങ്ങനെ പറഞ്ഞത്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും. ആരാ പറഞ്ഞത്? ഇടയനാന്ന് പറഞ്ഞത്? ആടാ പറഞ്ഞത്? ആടിന് ബോധ്യമുണ്ടായി. കാരണം എൻ്റെ ഇടയൻ എൻ്റെ കൂടെയുണ്ട്. മഹായിടയനായ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ കൂടെ. അപ്പൊ പിന്നെ ആടിന് പറഞ്ഞാൽ എന്താ? അത് ഞാൻ നിങ്ങൾ പറയണമെന്നേ, പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടപ്പുറപ്പുകളെ, ദൈവം ചെയ്യുമ്പോൾ നന്നായി ചെയ്യുന്നവനാ. അനുഭവസ്ഥനാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില സാക്ഷ്യങ്ങൾ പിന്നീട് പറയാം, ഇപ്പം പറയുന്നില്ല. ആമേൻ. ദൈവം ചെയ്യുമ്പോൾ നന്നായി ചെയ്യും. സംഭവിച്ച ഒന്നും ദോഷത്തിനല്ല, സംഭവിച്ച ദോഷത്തിനല്ല. സഹോദര, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, സഹോദരി, നീ ജീവിതത്തിൽ നേരിടേണ്ടി വരുമല്ലോ എന്ന് നീ ഭയപ്പെടുന്നത് ദോഷത്തിനല്ല, നന്മയ്ക്കാണ്, നന്മയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഇത് ശത്രു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾ പറയേണ്ടത്. രേഖവിരോധമായി അവൻ എഴുതിയിരിക്കുന്നുവെന്ന് അവൻ തെളിവ് സഹിതം പൊക്കിപ്പിടിച്ച് കാണിച്ചപ്പോഴാ പറയേണ്ടത്, ഇതൊന്നും കണ്ട കൊച്ചെ ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പരക്കയില്ല. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ സമയം പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അമ്പരന്ന് പോകില്ല. അതുകൊണ്ട് അമ്പരന്ന് പോകത്തില്ലെന്ന് വിശ്വാസമുണ്ട്. പിന്നെ എന്തോ ചെയ്യണം? എൻ്റെ മുഖത്തെ ഞാൻ അത് നിന്ന് പറയേണ്ടിയ, പക്ഷെ ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുന്നില്ല. അത് വേറൊരു സബ്ജക്റ്റിലേക്ക് പോകും, വേറൊരു മെസ്സേജായി പോകുമെന്നുള്ളതുകൊണ്ട് അത് പിന്നീട് പറയാം. തീക്കല്ല്, മുഖം തീക്കല്ലാക്കണമെന്ന്. ഞാൻ അമ്പരന്ന് പോകയില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥന മുറിയിൽ കയറിയിട്ട് അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രൈസ് ദി ലോർഡ്. നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അവൻ വീട് വൃത്തിയാക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ പോകുമ്പോഴും പ്രൈസ് ദി ലോർഡ്, യഹോവയായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ലെന്ന് നിനക്ക് പറയാൻ കഴിയും. അവൻ എന്നെ സഹായിക്കുമെന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഞാൻ അമ്പരന്ന് പോകയില്ലെന്ന് പറയാൻ കഴിയുമെങ്കിൽ, നീ ഉറങ്ങുമ്പോൾ നിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഉണർന്നിരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ആത്മാവ് പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ നടക്കുമ്പോ പ്രാർത്ഥിച്ചു നോക്കിക്കേ. പ്രാർത്ഥിക്കാൻ എപ്പോഴും മുട്ടാൻ നിൽക്കണമെന്നില്ല കേട്ടോ. നടക്കുമ്പോഴും പ്രാർത്ഥിക്കാം, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം, ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം. ജോലിയിലായിരിക്കും കോൺസെൻട്രേഷൻ മുഴുവനും, പക്ഷെങ്കിൽ അപ്പോഴും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയും കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അമ്പരന്ന് പോകത്തില്ലെന്ന് ഉറപ്പുള്ളവർ മുഖത്തെ തീക്കല്ല് പോലെ, ഉറക്കത്തിലും നിന്റെ മുഖം തീക്കല്ല് പോലെയാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ആത്മാവിൽ നീ ബോധമുള്ളവളായി ഉറങ്ങുമ്പോഴും എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും ഉറങ്ങുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അമ്പരന്ന് പോകയില്ല. ഹല്ലേലൂയ. എൻ്റെ മുഖത്തെ ഞാൻ തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു.
മുഖത്തെ തീക്കല്ല് പോലെ ആക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രാർത്ഥനയിൽ മുട്ടുമടക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നിനക്ക് തനിച്ചപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയണമെന്നില്ല കേട്ടോ. അപ്പം നീ എന്തോ ചെയ്യണം? ആമൻ പ്രാർത്ഥിക്കുന്നവരുടെ സഹായം, സഭയുടെ സഹായം ചോദിച്ചു. ആമൻ പ്രൈസ് ദി ലോർഡ്. ആമൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരുടെ സഹായം ചോദിച്ചു. അവരോടൊപ്പം മുട്ടുമടക്കിക്കോ. ആമൻ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നീ ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിച്ചു പോകത്തില്ല. ഇനി ആരാ ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവ് ആരാ ലജ്ജിച്ചു പോകാത്തത്? ആരെയാണ് കർത്താവ് സഹായിക്കുന്നത്? ആരെയാണ് കർത്താവ് സഹായിച്ചെങ്കിലേ നാം ലജ്ജിച്ചു പോകാതിരിക്കത്തുള്ളൂ. ആരെയാണ് കർത്താവ് സഹായിക്കുന്നത്? 119 സങ്കീർത്തനം എടുത്ത് 119 സങ്കീർത്തനം 6 വാക്യം വായിച്ചേ. 119 6 വാക്യം. നിന്റെ സകല കൽപ്പനകളെയും ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. കൽപ്പനകളെ കാക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ നീ ലജ്ജിച്ചു പോകത്തില്ലെന്നാ ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തു. കാരണം ഞാൻ നിന്നെ സഹായിക്കും. ആരെയാ കർത്താവ് സഹായിക്കുന്നത്? ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ കർത്താവ് സഹായിക്കണം. അങ്ങനെ നിങ്ങൾ ആരെയാ കർത്താവ് സഹായിക്കുന്നത്? എല്ലാവരെയും കർത്താവ് സഹായിക്കത്തില്ല. സ്നാനപ്പെട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കുമെന്ന് വിചാരിക്കണ്ട. സഭായോഗത്തിന് വരുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കുമെന്ന് വിചാരിക്കണ്ട. സുവിശേഷം പറയുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കുമെന്ന് വിചാരിക്കണ്ട. പ്രസംഗിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കുമെന്ന് വിചാരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കാതെ നമുക്ക് സുവിശേഷം പറയാം, ഉപവസിക്കാം, പ്രസംഗിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. കർത്താവ് പറയാതെയും കർത്താവ് സഹായിക്കാതെയും ഒക്കെ നമുക്കിത് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പരിചയം കൊണ്ട് ചെയ്യാം, ശീലം കൊണ്ട് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോക പരിചയം കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതിന്. ആമേൻ. എന്നാൽ ഇന്ന് പകലിൽ കൂടപ്പിറപ്പുകളെ മറക്കരുത്. ഉയരത്തിലെ കൈ നിനക്ക് നേരെ നീണ്ടു വരണമെങ്കിൽ, ഉയരത്തിലെ സഹായം നിനക്ക് ലഭ്യമാകണമെങ്കിൽ, ആ സഹായം ലഭ്യമായി തിരുവളിച്ചത് ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, ആമൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, കർത്താവ് വിളിച്ചു പറയുന്നു, ആമൻ സകല കൽപ്പനകളെ കാത്തുകൊണ്ടാൽ നീ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല. വിശുദ്ധിക്കൊരു കൽപ്പന, വേർപെട്ട ആരാധനയ്ക്ക് കൽപ്പന, കുടുംബജീവിതത്തിന് കൽപ്പന, തലമുറകളെ വളർത്തുന്നതിന് കൽപ്പന, ജോലി ചെയ്യുന്നതിന് കൽപ്പന. ആമൻ. കൂടപ്പുറപ്പുകളെ ആമൻ ആമൻ അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കുമ്പോൾ പണം കൈകാര്യം ചെയ്യുന്നതിന് കൽപ്പന. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ സകലതും കൽപ്പന പ്രകാരമാണ്. സകലതും കൽപ്പന പ്രകാരം. ജോലി ചെയ്ത് ശമ്പളം കിട്ടിയാൽ ആ ശമ്പളം വിനിയോഗിക്കുവാനും ദൈവഭൃത്യന് അല്ലെങ്കിൽ ഒരു നീതിമാന് ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താണ്. ആ കൽപ്പന കാക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരോഗ്യം എങ്ങനെ വിനിയോഗിക്കണമെന്ന് വചനത്തിൽ കൽപ്പനയുണ്ട്. ഭാര്യയോട് എങ്ങനെ ഇടപെടണമെന്ന് കൽപ്പനയുണ്ട്. ഭർത്താവിനോട് എങ്ങനെ സഹകരിക്കണം, ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കൽപ്പനയുണ്ട്. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് കൽപ്പനയുണ്ട്. വിശുദ്ധ സഭായോഗം എങ്ങനെയായിരിക്കണമെന്ന് കൽപ്പനയുണ്ട്. ആ കൽപ്പനകൾ കാക്കുന്നവർക്ക് സഹായം ലഭ്യമാകും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സകല കൽപ്പനകളെയും, ഒരു കൽപ്പനയല്ല, ആമേൻ, കർത്താവിന്റെ മരണമടക്ക പുനരുത്ഥാനത്തോട് സാദൃശ്യപ്പെടുവാൻ, ഏകീഭവിക്കുവാൻ നിങ്ങൾ ആമേൻ സ്നാനപ്പെടണം. അതൊരു കൽപ്പനയാ. ആ കൽപ്പന അനുസരിച്ചു, അത് ഒരു കൽപ്പനയാ. അതനുസരിച്ചവൻ അടുത്ത കൽപ്പന അടുത്ത ഭാഗത്ത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ കർത്താവ് ഒത്തിരി കൽപ്പനകൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനുശേഷം അപ്രകാരം കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് വന്നവർക്ക്, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം വന്ന് പെന്തക്കോസ്ത് മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവസഭ ഉടലെടുത്ത് അതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ നിരവധി കൽപ്പനകൾ ഒന്നൊന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
അവരുടെ ഭക്ഷണത്തിനും വസ്ത്രധാരണത്തിനും അവരുടെ വിധവമാരെ പാലിക്കുന്നതിനും പോറ്റുന്നതിനും അല്ലെങ്കിൽ സഭയ്ക്കകത്ത് പുതുതായി കടന്നു വരുന്ന യവനന്മാര് യഹൂദന്മാരുടെ നടുവിൽ നിന്ന് ജാതികളുടെ നടുവിൽ നിന്നൊക്കെ കടന്നു വരുന്നവരോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകൾ നിരവധി. പ്രൈസ് ദി ലോർഡ്. അവസാനം മറ്റു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്, കാണുന്നുണ്ട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവസാനം കൽപ്പന ചുരുക്കി 2 എണ്ണമായിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. പോട്ടെ, അത് ആമേൻ, അത് കർത്താവിന്റെ കാലഘട്ടത്തിൽ പിന്നെയും ഇങ്ങോട്ട് വന്നപ്പോൾ, ശിഷ്യന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ, ആമേൻ, ആമേൻ, ആ കൽപ്പന അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിടത്ത് കുറെ കഴിഞ്ഞപ്പോൾ ഇത് പ്രസംഗിച്ച പഠിപ്പിച്ച അപ്പോസ്തലനെ പൗലോസ്, പത്രോസ് അപ്പോസ്തലൻ, അങ്ങനെയുള്ള അപ്പോസ്തലന്മാരെ കൊണ്ട് തന്നെ ദൈവസഭ ശുദ്ധീകരിക്കപ്പെട്ട് എടുക്കപ്പെടുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ അതേ നിലയിൽ അടുത്ത കൽപ്പന ലേഖനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അങ്ങനെ പറയുന്നില്ല, ഇവിടെ ഇങ്ങനെ പറയുന്നു, പറയാൻ നമുക്ക് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. എടുക്കപ്പെടണമോ, ശരീരത്തിന് രൂപാന്തരം സംഭവിക്കണമോ, നീ സകല കൽപ്പനകളെയും, വചനത്തിൽ ഉള്ള സകല കൽപ്പനകളെയും അവൻ പാലിച്ചെങ്കിലേ നാം ലജ്ജിച്ചു പോകാതെ ഇരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിക്കുന്നിടത്തോളം നിന്റെ സകല കൽപ്പനകളെ ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ലെന്ന് അവിടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടപ്പുറപ്പുകളെ, ഞാൻ ഈ സാധാരണ പഠിപ്പിക്കുമ്പോൾ പറയുന്ന 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചിട്ട് വേഗം താഴേക്ക് വരാം. ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ലജ്ജിച്ചു പോകാൻ സാധ്യതയുള്ള പല സന്ദർഭങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 1-2 കാര്യങ്ങളൊന്ന് ചിന്തിക്കാൻ നമ്മൾ പോവുകയാണ് സമയത്തിന്റെ ലഭ്യത അനുസരിച്ച്. ഒരു വിശ്വാസിയുടെ ജീവിത സാഹചര്യങ്ങളിൽ ലജ്ജിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ 1, പ്രൈസ് ദി ലോർഡ്, അവൻ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് സന്തുഷ്ടമായ ഒരു ആത്മീയ ജീവിതം നയിച്ചു പോരുന്ന കാലഘട്ടങ്ങളിൽ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, പഠിക്കുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ അവൻ വെക്കുന്ന അവന്റെ കേൾക്കപ്പെടുന്ന വചനത്തിനനുസരിച്ച്, പഠിക്കുന്ന വചനത്തിനനുസരിച്ച്, ലഭിക്കുന്ന ഉപദേശത്തിനനുസരിച്ച് അവൻ ആത്മീയ ജീവിതത്തിൽ അവന്റെ എല്ലാ മേഖലകളിലും ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്താറുണ്ട്. നമുക്കൊക്കെയുണ്ട് പ്രതീക്ഷ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കാം, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചായിരിക്കാം, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ ജോലി മണ്ഡലത്തെ കുറിച്ചായിരിക്കാം, ഒക്കെ നിങ്ങൾ പല പല പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. തെറ്റല്ല. നിങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത്. അത് തെറ്റല്ല. വചനം അത് സാധൂകരിക്കുന്നു, വചനം അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതീക്ഷ നാം വെച്ചു പുലർത്തിയാൽ, പ്രൈസ് ദി ലോർഡ്, അത് തെറ്റല്ല. പക്ഷെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അത് വൈകിപ്പോയാൽ, അല്ലെങ്കിൽ അത് നടക്കാതെ വന്നാൽ നാം ലജ്ജിക്കപ്പെടേണ്ടി വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. നാം ലജ്ജിക്കപ്പെടേണ്ടി വന്നേക്കാം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പുകളെ, അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന കാര്യം, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന പ്രതീക്ഷ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാ. ദൈവവചനം അങ്ങനെ പറയുന്നില്ല. അങ്ങനെ അതിന് എനിക്കും അവകാശപ്പെട്ടതാണല്ലോ, ആ മറുപടി എനിക്കും വേണം, ആ വിടുതൽ എനിക്കും വേണം, ആ ശുശ്രൂഷ എനിക്കും വേണം. ഉദാഹരണം പറഞ്ഞ പ്രവചനപരം വാഞ്ചിപ്പീൻ, പ്രതീക്ഷ തരുന്ന ഒരു വാക്യമല്ലേ, പ്രതീക്ഷ തരുന്ന വാക്യമല്ലേ, എല്ലാവർക്കും വാഞ്ചിക്കാം. ആ വചനം വെച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ 21 ദിവസം ഉപവസിക്കുക. 21 ദിവസം ഉപവസിച്ചിട്ടും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്, നിരപ്പ് പ്രാപിച്ച്, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ച്, അല്ലെങ്കിൽ ആത്മാവിൽ ആരാധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മ ഓർമ്മ തന്നതിന്റെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ, പുറകോട്ട് ചിന്തിച്ചു നോക്കി ഇനി പരിഹരിക്കപ്പെടാൻ ഒന്നുമില്ല എന്നൊരു നിലവാരത്തിൽ വന്ന് ഞാൻ ഇങ്ങനെ ഉപവസിച്ച് ഇരുന്നിട്ടും എനിക്ക് പ്രവചനവരം കിട്ടിയില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഒരു ചെറിയൊരു നിരാശ തോന്നില്ലേ? ഒരു പറയാ, കർത്താവ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ചോദിച്ചിട്ടും തന്നില്ലല്ലേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞ കേട്ടോ, ഇതുപോലെ പല കാര്യങ്ങൾ പ്രതീക്ഷ വെച്ചിട്ട് നടക്കാതെ പോയാൽ ലജ്ജിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലജ്ജിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല.
നാട്ടുകാരനും വീട്ടുകാരനും മുമ്പിൽ നാം ലജ്ജിക്കപ്പെടും. നീ ഇത്ര നാളും ഉപവസിക്കാൻ ഇരുന്നിട്ട് എന്തോ നേടിയടി എന്ന് ചോദിച്ചിട്ടില്ലേ? കെട്ടുതാലിയും പറിച്ചിറങ്ങിയിട്ട് പാരമ്പര്യത്തിന്റെ മണിമേളകളൊക്കെ കളഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചില്ലേ? അന്യഭാഷ പറയുന്നവരോട് ചലമല പറയുന്നവരുടെ കൂടെ പോയി ഇരിക്കുന്നില്ലേ? എന്തോ കിട്ടി നിനക്ക് ഇത്ര നാളും? നിന്റെ കൊച്ചുങ്ങൾ റെഡിയായോ? നിനക്ക് വീടുണ്ടായോ? കാറുണ്ടായോ? ഒരു മേഖലയും നിനക്ക് കാണുന്നില്ലല്ലോ. നീ പ്രാർത്ഥിച്ചിട്ട് എന്താ നിന്റെ കുഞ്ഞുങ്ങൾ ശരിയാകാത്തത്? അല്ലെങ്കിൽ ജീവിത പങ്കാളിധാരിയാകാത്തത് എന്താ? നാട്ടുകാർ ചോദിക്കും, വീട്ടുകാരും ചോദിക്കും, രക്തബന്ധങ്ങൾ ചോദിക്കും, കൂട്ടവിശ്വാസികൾ ചോദിച്ചേക്കാം. അന്നേരം ഒരു ലജ്ജ നമുക്ക് തോന്നത്തില്ലേ? പറ, തോന്നുമോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ആ തോന്നലത്താൽ നിനക്ക് ദൈവം എന്നെ സഹായിക്കുന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, കൽപ്പന നീ കാക്കുന്നിടത്തോളം കാലം ആ വിഷയത്തിൽ നീ ലജ്ജിക്കപ്പെടാൻ ഇടയാകത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. തരത്തിലൊന്ന് ദൈവം പറഞ്ഞിട്ടില്ലെങ്കിൽ സമയം മുൻപോട്ട് മാറിപ്പോകുന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ ലജ്ജിക്കപ്പെട്ടല്ലോ എന്നതിന്റെ നാവ് കൊണ്ട് നീ പറയരുത്. അതിന്റെ കർത്താവിന് വേദനയാണ്. ദൈവം തക്ക സമയത്ത് നിന്റെ വിഷയത്തിന്, ദൈവഗതപ്രകാരം നീ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയത്തിന് കൂടപ്പുറപ്പേ നിനക്ക് മറുപടി തരും, നിനക്ക് വിടുതൽ തരും. അവൻ നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെ ഇരിക്കുന്നവനാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താഴേക്ക് വേഗം വരും. ഒരു കാര്യം കൂടെ പറയട്ടെ. തിരുവചന യോശുവയുടെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ലജ്ജിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യുദ്ധത്തിൽ നാം ചെയ്യുന്ന യുദ്ധത്തിൽ നാം തോറ്റുപോയാൽ, യുദ്ധമുന്നണിയിൽ തോറ്റുപോയാൽ ലജ്ജിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മോശയ്ക്ക് അനന്തരം യോശുവയാണ് ലീഡറായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത് ഈ ജനത്തെ നയിച്ചുകൊണ്ട് വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകാൻ ദൈവം നിയമിച്ചാക്കിയത്. അപ്പൊ യോശുവ ഒരിക്കൽ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ആ യുദ്ധം തോറ്റുപോയി. യുദ്ധം തോറ്റത് യോശുവയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല. പക്ഷെ യോശുവ നേതൃത്വം കൊടുത്ത യുദ്ധം പരാജയമായി തീർന്നു. യുദ്ധത്തിൽ തോറ്റുപോയി. സംഹാരങ്ങൾ നടന്നു. യോശുവ ലജ്ജിക്കപ്പെട്ടു. ശത്രുക്കളുടെ മുമ്പാകെ ചുറ്റുപാട് ശത്രുക്കളാ. അനാന്യര്, ഗിത്തര്, പെരിസര്, യെബൂസ്യർ, എന്നിങ്ങനെ വ്യത്യസ്തമായ മൂഢജാതികൾ അവൻ ചുറ്റിക്കിടക്കുക. അവരുടെ നടുവിൽ ദൈവത്തിന്റെ അഭിഷക്തൻ തോറ്റുപോയി. ദൈവത്തിന്റെ അഭിഷക്തൻ പരാജയപ്പെട്ടു. അവൻ ലജ്ജിക്കപ്പെട്ടു. അവന്റെ തല കുനിഞ്ഞല്ലോ എന്നുള്ള ഭയത്തിലും ഭാരത്തിലും അവൻ കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഭക്തൻ താൻ തോറ്റുപോയല്ലോ, ഞാൻ നേതൃത്വം കൊടുത്ത യുദ്ധം തോറ്റുപോയല്ലോ എന്ന് കണ്ടപ്പോൾ, അതിന് തിക്താനുഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ അന്തരാത്മാവ് നിലവിളിയുയർന്നു. താൻ നെടുമ്പാട് അവന് വീണ് കിടന്നു. തന്റെ വസ്ത്രമെല്ലാം താൻ വലിച്ചു കീറി. താൻ നെടുമ്പാട് കിടക്കുകയാ. കുളിയില്ല, നനയില്ല, ജപമില്ല, ഒന്നുമില്ല. ഇനി ഞാൻ കുളിച്ചിട്ട് എന്താ കാര്യം? ഇനി ഞാൻ കഴിച്ചിട്ട് എന്താ കാര്യം? ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇനി ഞാൻ ഉപവസിച്ചിട്ട് എന്താ കാര്യം? ഇനി ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് എന്താ കാര്യം? ഈ നിലയിൽ ഭക്തന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ നിരാശയുടെ ചുമത പിശാച് കൊണ്ട് കോരിയിടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം നിറച്ചിരുന്ന ഹൃദയത്തിൽ ഇപ്പോൾ അവിശ്വാസം വ്യാപരിക്കാൻ തുടങ്ങി, നിരാശ വ്യാപരിക്കാൻ തുടങ്ങി, പിറുപിറുപ്പ് വ്യാപരിക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഒരുപക്ഷെ ഇതിനോടൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ.
എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ പോയിരുന്ന് ആമൻ പരാതി പറഞ്ഞു, പള്ളു പറഞ്ഞു. ആമൻ എന്തിനാ കർത്താവേ, ആമൻ ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തായി, ആമൻ വിശ്വസ്തപൂർവ്വത്തിട്ട് എന്തായി, ഞാൻ സ്നേഹിച്ചിട്ട് എന്തായി, ഞാൻ കൊടുത്തിട്ട് എന്തായി. ഇന്ന് ഞാൻ കൊടുത്തതുമില്ല, എടുത്തതുമില്ല, സ്നേഹിച്ചതുമില്ല, ചെയ്തതുമില്ല, ആരാധിച്ചതുമില്ല, പ്രാർത്ഥിച്ചതുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടല്ലോ. വിശുദ്ധന്മാരുടെ എടുക്കപ്പെടൽ നടക്കുന്നത് വരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഏത് വിശുദ്ധന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞു. യോശുവയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു തുടങ്ങുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. രക്തം ജയം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാരണം യോശുവയുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ യോശുവ ഒരു കാര്യം മറന്നുപോയി. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. യോശുവയെ നീ നിരാശപ്പെടാൻ കാരണം, നീ ലജ്ജിക്കപ്പെട്ടല്ലോ എന്ന് പറയാൻ കാരണം, നീ ഒരു ഉറപ്പ് മറന്നുപോയി, നീ ഒരു സഹായകനെ മറന്നുപോയി. അതുകൊണ്ടായിരുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഉടപ്രഭുകളെ വായിച്ചു നോക്കിയേ. ആവർത്തന പുസ്തകം എടുത്താട്ട് ആവർത്തന പുസ്തകം 31-ന്റെ 7-ാമത്തെ 8-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 31-ന്റെ 7-ാമത്തെ 8-ാമത്തെ വാക്യം. പിന്നെ മോശ യോശുവയെ വിളിച്ച് വേർതിരിച്ച് എല്ലാ ഇസ്രായേലും കാണെ അവനോട് പറഞ്ഞതെന്തെന്നാൽ, ബലവും ധൈര്യമുള്ളവനായിരിക്കാം. യഹോവ ഈ ജനത്തിന് അതിനെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അടുത്ത വാക്യം കൂടെ. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, നീ ഭ്രമിക്കുകയുമരുത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നെടുമ്പാട്, ദൈവത്തിന് മുമ്പിൽ ചെന്ന് നെടുമ്പാട് കിടന്ന് പരാതി പറയുന്ന, പള്ളു പറയുന്ന, പിറുപിറുക്കുന്ന യോശുവ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? യോശുവയെ നീ ഭയപ്പെട്ടില്ലേ? യോശുവയെ നീ ഭ്രമിച്ചില്ലേ? ഇതിന് കാരണം എന്താ? നിന്നോട് ആര് പറഞ്ഞു ഭയപ്പെടാൻ? നിന്നോട് ആര് പറഞ്ഞു ഭ്രമിക്കാൻ? നീ എന്താ നിന്റെ വാഗ്ദത്തം ഓർക്കാഞ്ഞത്? യഹോവയെ ദൈവം പറഞ്ഞിട്ടല്ലേ മോശ നിന്നെ സകല ഇസ്രായേലിന് മുൻപാകെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട്, നിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിയാലേ നിന്റെ തലയിൽ കൈവച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ വെച്ചിട്ട് നിന്നോട് പറഞ്ഞില്ലേ? ആമേൻ. ആ പറഞ്ഞ വാക്കുകളോട് വായിക്കുന്നത് 7-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ വാക്യം. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. നിന്നോടുകൂടി പോരുന്നു, അവൻ നിന്നെ കൈവിടുന്നില്ല, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയെ നീ സകല കൽപ്പനകളും കാക്കുന്നിടത്തോളം കാലം. ഇവിടെ എനിക്ക് മാറാനാഥ ചർച്ചിലെ വിശ്വാസികളെ, നിങ്ങൾ അവൻ കർത്താവിന്റെ കൽപ്പന പ്രമാണം അനുസരിച്ച് വിശുദ്ധ സഹായത്തിന് വേണ്ടി, വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി അവൻ സിയോൻ പ്രയാണികളായി ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ, വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിലാണെങ്കിൽ, അവൻ ഈ യാത്രയിൽ നിന്റെ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുന്നത് വരെ നീ ദൈവത്തിന്റെ സകല കൽപ്പനകളും അവൻ കാക്കുന്നിടത്തോളം കാലം അവൻ യഹോവയുടെ കൈ നിന്നെ വിട്ടുമാറുകയില്ല. യഹോവയുടെ കൈ നിനക്ക് ഭാരമല്ല കേട്ടോ. യഹോവയുടെ കൈ നിനക്ക് അനുകൂലമാ, നിനക്ക് അനുഗ്രഹമാ. എന്നാൽ ഫറവോന്, കൽപ്പനയനുസരിക്കാത്തവന്, കൽപ്പനയെ അവഗണിക്കുന്നവന് ഫറവോന്റെ കൈ എന്താ? ദൈവത്തിന്റെ കാര്യം എന്താ? ഭാരമാ. വേർപെട്ട ദൈവമക്കൾക്ക് ദൈവത്തിന്റെ കാര്യം ഭാരമല്ല. എന്നാൽ ഫറവോന്മാർക്ക് ദൈവത്തിന്റെ കൈ ഭാരമാണ്. ഇവിടെ പറയുന്നു, യോശുവയെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലക്കിൽ നിന്ന് മോശ എടുക്കപ്പെടാൻ പോവുകയാണ്. മോശ അല്പനാളുകൾ കൂടെ കഴിഞ്ഞാൽ മോശയെ ദൈവം വിളിച്ചു മാറ്റും. യോശുവയെ അതിനുശേഷം നീയാണ് ജനത്തെ നയിക്കേണ്ടത്, നീയാണ് ജനത്തെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്, നീയാണ് ജനത്തിന് വാഗ്ദത്ത ദേശം ചരട് പിടിച്ച് വിഭാഗിച്ചു കൊടുക്കേണ്ടത്. അത്രയ്ക്കൊരു വാഗ്ദത്തം യോശുവയുടെ മേൽ.
ആ വാഗ്ദത്തം കൈമാറിയ സകല ഇസ്രായേലിന്റെ മുൻപിൽ യോശുവയെ വേർതിരിച്ചു നിർത്താൻ യഹോവ പറഞ്ഞതിനെ വെളിച്ചത്തിൽ മോശ വിളിച്ചുകൊണ്ട് നിർത്തി. എന്നിട്ട് യോശുവയോട് പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ 31-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണേ. പ്രൈസ് ദി ലോർഡ്. അത് താഴേക്ക് എല്ലാം കൂടെ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആമേൻ, സമയം നമ്മുടെ ആരാധന സമയം തീരാറായി. അങ്ങനെ ആമേൻ, ആ താഴേക്ക് വരുമ്പോൾ ഇവിടെ പറയുക, യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചുള്ള സകല കൽപ്പന പ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യമുള്ളവരായിരിക്കും. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ ചേരുന്നു. നിന്റെ ദൈവമായ യഹോവ തന്നെ പോരുന്നു, നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ. ജനത്തെ മുഴുവനും നിർത്തി ജനത്തോട് പറയുക. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുക. ആദ്യം ജനത്തിന് വാഗ്ദത്തം കൊടുത്തു. ആദ്യം വാഗ്ദത്തത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ആമൻ ചെങ്കടൽ സ്നാനം കഴിഞ്ഞ് ആമൻ കയറി വന്ന ജനത്തിന് വാഗ്ദത്തം കൊടുത്തു ദൈവം. ആ വാഗ്ദത്തം ആമൻ അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതിനുള്ള ബന്ധത്തിൽ അവർക്കൊരു അധികാരിയെ നിയമിച്ചാക്കുക. മോശയോട് ദൈവം പറഞ്ഞു. അങ്ങനെ മോശ അതനുസരിക്കുക. പിന്നെ മോശ യോശുവയെ വിളിച്ച എല്ലാ ഇസ്രായേലും കാണുക. അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ബലവും ധൈര്യമുള്ളവനായിരിക്കുക. യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും. നീ അവരോടുകൂടെ. ഇത് യോശുവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന മോശയ്ക്ക് ഉറപ്പില്ല, ഞാൻ ഇവരോടുകൂടി ചെല്ലുമെന്ന്. കാരണം മോശയ്ക്ക് മനസ്സിലായി. മോശയോട് ദൈവം പറഞ്ഞു, അവനെ അനുഗ്രഹിച്ച്, അവനെ വിളിച്ച് വേർതിരിച്ച് നിയമിച്ച് അനുഗ്രഹിച്ച് വാഗ്ദത്തങ്ങൾ കൊടുത്തുവെച്ച നീഞ്ഞ പോര് എന്ന് മോശയോട് ദൈവം പറഞ്ഞിരിക്കുക. മോശയ്ക്കറിയാം ഞാൻ വാഗ്ദത്ത ദേശത്ത് ചെല്ലുകയില്ല. എന്നാൽ ഞാൻ ചെല്ലത്തില്ലെന്ന് അറിയാവുന്നവൻ അവൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യോശുവയോട് പറയുക, ഞാൻ ചെല്ലത്തില്ലെങ്കിലും നീ അവിടെ ഈ ജനവുമായിട്ട് ചെല്ലും. അത്രയ്ക്ക് ഉറപ്പ്. നീ ജനവുമായിട്ട് അവിടെ ചെല്ലും. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തിന് യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ച് ദേശത്തെ വാഗ്ദത്തത്തെ ദൈവജനത്തിന് മുഴുവനായിട്ട് അനുഭവിക്കാനുള്ള വാഗ്ദത്തത്തെ അവർക്ക് യോശുവയെ നീ വിഭാഗിച്ചു കൊടുക്കേണ്ടിവന്. നിന്റെ മേലുള്ള അധികാരം ഒന്ന് ശ്രദ്ധിച്ചേ. നിന്റെ മേലുള്ള നിയമനത്തിന്റെ ആഴമൊന്ന് മനസ്സിലാക്കിക്കേ. നിന്റെ മേലുള്ള നിയോഗത്തെയും നിയമനത്തിന്റെയും ആഴം, അതിന്റെ വില എത്ര ശ്രേഷ്ഠമാണെന്ന് യോശുവയെ നീ മറന്നു പോകരുത്. സഹോദര സഹോദരി, നിന്റെ വിളിയുടെ മേലുള്ള ആ നിയമനത്തെയും നിയോഗത്തിൻ്റെയും ആ ശ്രേഷ്ഠതയുടെ വില കുറച്ച് കാണരുത് കേട്ടോ. അത്രത്തോളം ശ്രേഷ്ഠത നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നിന്ന് യോശുവയെ സഹോദര സഹോദരി നിന്നെ അവൻ വിളിച്ചു വേർതിരിച്ച് കൊണ്ടുവന്ന് നിർത്തി. സകല ജനത്തിന്റെയും നടുവിൽ നിർത്തി ദൈവം നിന്നോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിളിയുടെ മേൽ വെച്ചിരിക്കുന്ന നിയോഗം നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ അവരെ മുഴുവനെയും നേടി വാഗ്ദത്ത ദേശത്തെ നിന്ന് വാഗ്ദത്ത വിഭാഗിച്ചു കൊടുക്കുവാൻ. ഒരു കാര്യം പറയട്ടെ, ദൈവമക്കൾ, ഒരു കുടുംബത്തിൽ നിന്ന് ആരാണ് ആദ്യമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് ശുശ്രൂഷയ്ക്ക് വിളിച്ചു വേർതിരിക്കപ്പെടുന്നുവോ അവന്റെ മേലൊരു പ്രത്യേക പദവിയാണ്. അവൻ ആ ഭവനത്തിന്റെ പുരോഹിതൻ, അവൻ ആ കുലത്തിന്റെ പുരോഹിതൻ, അവനാണ് ആ സകല രക്തബന്ധങ്ങളെയും അവൻ വിളിച്ചു വേർതിരിച്ച ആ ദേശത്ത് കൊണ്ടുപോകാൻ നിയമിക്കപ്പെട്ടവൻ. അങ്ങനെ വിളിയും നിയോഗവും ശ്രേഷ്ഠതയും ഉള്ളവനോടാണ് ശത്രുവിന്റെ പോര്. അങ്ങനെയാണെങ്കിൽ നിന്നോട് ശത്രു പോരാടുന്നു. എനിക്ക് മാത്രം എന്താ ഇനി ചോദിക്കരുത്. നീ അത്രയ്ക്ക് ദൈവത്തിന്റെ സന്നിധി വിലപ്പെട്ടവനാണെന്ന്. നീ അത്രയ്ക്ക് സഹോദരി ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കട നീ വിലപ്പെട്ടവളാ. അവർക്കതില്ലല്ലോ ദൈവമേ, എനിക്കെന്താ ഇങ്ങനെ? അതെ, അവർക്കില്ല. അവര് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, അവർക്ക് വിളിയില്ല. പക്ഷെ നീ അങ്ങനല്ല. സകല അന്ധകാര പിശാചുക്കളുടെ ലക്ഷ്യം നീയാ. കാരണം എന്താ അറിയാവോ?
നീ നിരാശപ്പെട്ടാൽ, നീ തകർന്നു പോയാൽ, നീ താളടിയായി പോയാൽ ആ സമൂഹം വാഗ്ദത്തത്തിലെത്തത്തില്ല. ഇത് നിന്നെ കൊണ്ട് നടത്തിക്കണമെന്ന പിശാചിന്റെ ലക്ഷ്യം. ദൈവം പറയുന്നു, നിന്നെ കൊണ്ട് ആമേൻ ആ ജനത്തെ നേടിക്കൊണ്ട് നടത്തിക്കൊണ്ട് അവരെ വാഗ്ദത്തത്തിൽ കൊണ്ടുചെല്ലാൻ, അവരെ സ്വർഗദേശത്ത് ആമേൻ കൊണ്ടെത്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നീ നിയമനമുള്ളവനാ നിയമം. അപ്പം നിന്നെ കൊണ്ട് നിരാശയുടെ വാക്കുകൾ പറയിക്കുക, നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതിരിക്കുക, നിന്നെ കൊണ്ട് ആരാധിപ്പിക്കാതിരിക്കുക എന്നുള്ള ശത്രുവിന്റെ തന്ത്രത്തെ ആമേൻ നീ ചവിട്ടി പതിക്കുന്നതിന് കാൽ കീഴിലിട്. യേശുവേ, നീ ബലപ്പെട്ടിരിക്കുക, നീ ധൈര്യപ്പെട്ടിരിക്കുക. നിന്നോടുകൂടെ യഹോവയായ ദൈവം പോരും. എന്തിന്? നിന്നെ സഹായിക്കാൻ. ഈ പോകുന്ന പോക്കിൽ നീ നേരിടുന്ന യുദ്ധത്തെ എല്ലാം ജയിപ്പിച്ച് നിന്റെ കൈ തരാൻ അവൻ വാഗ്ദത്തം നിന്നെ വിളിച്ചു വേർതിരിച്ചു. വാഗ്ദത്തം ഞാൻ നിന്നോട്, മോശയല്ല, യഹോവയായ ദൈവം